ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ പൊക്കാവട കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ചിക്കൻ പൊക്കാവട. അതിനാവശ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഒരു പൊട്ടാറ്റോ ആണ്. ഇതുപോലെ ഒരു പൊട്ടാറ്റോ നീളത്തിൽ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് കേബേജാണ്. ശേഷം ഒരു ഒണിയനെ ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ഒണിയൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കൈപ്പിടി കറിവേപ്പിലയും ഒരു ചെറിയ കൈപ്പിടി മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മെയിനായിട്ടുള്ള നമ്മൾ ചിക്കനാണ് കേട്ടോ. ചിക്കന് എല്ലില്ലാത്ത പീസുകളായിട്ടുള്ള ചിക്കൻ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് വേണം. അത് നേരിയ രീതിയിലാവണം കേട്ടോ, കട്ട് ചെയ്യേണ്ട വീതി ഇല്ലാണ്ട് നീളത്തിൽ നേരിയ സ്ലൈസായിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, 2 പിഞ്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/2 കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/2 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഒഴിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളിതിലേക്ക് ശ്രദ്ധിക്കേണ്ടത്, ചിക്കൻ ചേർക്കുന്ന സമയത്ത് ചിക്കന് അരിഞ്ഞ് ചേർക്കുമ്പോൾ എല്ലില്ലാത്തതും കൂടി ആവണം. അതുപോലെ തന്നെ അരിയുമ്പോൾ വളരെ നേരിയ ചെറിയ നേരിയ ലെയറായിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യാനുസരണം വെള്ളം ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട് മാറ്റിയേക്കാം. ഇനി നമുക്ക് നല്ല ചൂടുള്ള വെളിച്ചെണ്ണയിൽ വേണം ഇത് പൊരിച്ചെടുക്കാൻ. എണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം വളരെ ചെറിയ തീയിലായിരിക്കണം. ചൂടുള്ള എണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കരുത്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നല്ലോണം ചെറുതാക്കി വെക്കണം ഫ്ലെയിം, എന്നിട്ട് വേണം പൊരിച്ചെടുക്കാൻ. അല്ലാത്ത പക്ഷം നമ്മൾ ചിക്കന് വെന്ത് കിട്ടില്ല. ഈ കേബേജും ഇതൊക്കെ പെട്ടെന്ന് പൊരിഞ്ഞ് കിട്ടുന്ന സമയം കൊണ്ട് ഉള്ളിലുള്ള നമ്മളുടെ ചിക്കന് പൊരിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്ലെയിം ചെറിയ രീതിയിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് പൊരിച്ചെടുക്കാൻ. തിരിച്ച് മറിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ നമ്മൾ ഈ ബജി ഉള്ളിവടക്ക് എളുപ്പത്തിന് പൊക്കവടക്ക് തയ്യാറാക്കുന്ന സമയത്ത് അതിന് പകരം ഈ ഒരു പൊട്ടാറ്റോയും കേബേജും കൂടി ചേർത്തിട്ട് ഇതുപോലെ പൊരിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ആക്കി നോക്കേണ്ടേ. നമുക്ക് ഇടയ്ക്കൊക്കെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. എന്തായാലും നമ്മൾ അധികം ബജിയും പൊക്കവാടൊക്കെ തയ്യാറാക്കണ്ടേ, അതിൽ ഈ ചിക്കനും പൊട്ടാറ്റോയും കേബേജും കൂടി ചേർത്തിട്ട് ഒന്ന് തയ്യാറാക്കിയിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യേണ്ടി, സബ്സ്ക്രൈബ് ചെയ്യേണ്ടി, സപ്പോർട്ട് ചെയ്യേണ്ടി. പുതിയ വീഡിയോകളുമായിട്ട് കാണാം.